നിയുക്ത മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നത്. അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ തനിക്ക് അകമ്പടിയായി വേണ്ട എന്നുള്ളത്. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ നമ്മളെല്ലാവരും ഒരുപോലെ സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറുന്നു. റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അടിയന്തര സാഹചര്യങ്ങൾക്ക് പോകേണ്ട രോഗികൾ ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ യാത്രക്കാർ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് ഒരു യാത്രയും ഒരു മന്ത്രിയുടെയും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ എസ്കോർട്ട് വേണ്ട എന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചെങ്കിലും പോലീസ് അത് അംഗീകരിച്ചിട്ടില്ല. എസ്കോർട്ട് നിർബന്ധമാണ് എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നടന്നിരിക്കുന്ന സംഭവങ്ങൾ. ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നത്. ഷഫീദ്, ഒരുപാട് അകമ്പടി വാഹനങ്ങൾ തനിക്ക് വേണ്ട, ആ ഒരു ആർഭാടം ഒഴിവാക്കാൻ വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നു. ശൈലി മാറ്റത്തിന്റെ ആദ്യ നിർദ്ദേശമായി നമുക്കിതിനെ കാണാൻ കഴിയില്ലേ? അദ്ദേഹം എസ്കോർട്ടേ വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്ന് അറിയുന്നു. പോലീസുകാർ അത് സമ്മതിച്ചിട്ടില്ല. മറ്റെന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്? ഇതൊരു പുതിയ ശൈലിയുടെ തുടക്കമാണോ? ജി കെ, ഉറപ്പായിട്ടും ഇതൊരു ശൈലി മാറ്റമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നവകേരള യാത്രയ്ക്ക് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ പാസിംഗ് സമയത്ത് മണിക്കൂറുകൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്, മാത്രമല്ല ട്രാഫിക് സിഗ്നലുകൾ അടക്കം ഓഫ് ചെയ്യുന്നതടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ വി ഡി സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ രീതിയിലുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം എസ്കോർട്ടും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അത് പോലീസ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി, അതേപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടിരുന്നു. അദ്ദേഹത്തെ കന്റോൺമെന്റ് വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ആ സമയത്തടക്കം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ഇപ്പോൾ ഈ എസ്കോർട്ട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ തന്റെ സ്ക്വാഡിൽ വേണ്ട എന്നുള്ള തീരുമാനം ഇപ്പോൾ വി ഡി സതീശൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, യാത്ര പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്രാ സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം കടന്നു പോകുമ്പോൾ നാട്ടുകാരെ, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. മാത്രമല്ല, റോഡ് ബ്ലോക്ക് ചെയ്യരുത്, സിഗ്നലുകൾ ഓഫ് ചെയ്തോ അതല്ലാതെയോ റോഡ് ബ്ലോക്ക് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശം അതിപ്പോൾ വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഇത് സംസാരിച്ച് നിർദ്ദേശമായി നൽകിയിട്ടുമുണ്ട്. ജി കെ. ശരി ഷഫീദ്, ഏതായാലും ഇതൊരു ശൈലി മാറ്റമാണ്, ഒരു പുതിയ ശൈലിയുടെ തുടക്കവുമാണ്. എസ്കോർട്ടും പൈലറ്റും മാത്രം മതി തന്റെ വാഹനത്തിന് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ. അതിനപ്പുറമുള്ള വലിയ അകമ്പടി വാഹനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.